ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണത് S2 തോമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് S2 തോമസ്. അതിൻ്റെ ലീഫിൻ്റെ എഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വ്യത്യാസങ്ങളുണ്ട്. ഓരോ പ്ലാന്റിൻ്റെയും അതിൻ്റെ മുള്ളും സൈഡൊക്കെ ലീഫിൻ്റെ സൈഡൊക്കെ വ്യത്യാസങ്ങളുണ്ട്. G2 തോമസ് അതിൻ്റെ ബ്രിക്സ് വാല്യൂ ഏതാണ്ട് 18 മുകളിലേക്കാണ്. 18 മുതൽ 22 വരെ വരുന്ന വെറൈറ്റിയാണ്. നല്ല സ്വീറ്റാണ്. ഇത് രണ്ടും G2 തോമസ് എന്ന വെറൈറ്റിയാണ്. ഇതാണ് തായ്വാൻ പിങ്ക്. ഇതും 22 ബ്രിക്സൊക്കെ വരണം. തായ്വാൻ പിങ്ക്. ഇത് 3 പീസും തായ്വാൻ പിങ്കിൻ്റെയാണ്. ഇതാണ് ലിസ. ഇതും 18 മുകളിൽ വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ബ്ലഡ് റെഡ് മുറിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി. ഇതും ഈ 3 വെറൈറ്റിയാണ് ഇന്നിപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണത്. എൻ്റെ കളക്ഷനിലെല്ലാം 18 മുകളിലുള്ള ബ്രിക്സ് വാല്യുള്ള വെറൈറ്റീസ് ആക്കാൻ പോകുന്നു. ബാക്കി കുറഞ്ഞതൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കാൻ പോകുന്നു. മലേഷ്യൻ റെഡ്, അതുപോലെ തന്നെ ശ്രീലങ്കൻ റെഡ്, പിന്നെ മെക്സിക്കൻ, ഇതെല്ലാം വളരെ താഴ്ന്ന ബ്രിക്സ് വാല്യൂ 15 താഴെയുള്ളത്. മധുരം ടേസ്റ്റ് ഫ്ലേവറുകളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എല്ലാം നല്ല വെറൈറ്റീസ് ആക്കാനും വേണ്ടിയിട്ട് ശ്രമത്തിലാണ്. അപ്പോൾ എല്ലാം നല്ല വെറൈറ്റീസ് മാത്രമേ ഇനി ആക്കാൻ പോകാൻ എൻ്റെ കളക്ഷൻ. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതുമ്പോഴാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോണത്. ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന റൂട്ട് സ്റ്റോക്ക് എപ്പോഴും നല്ല ഗ്രോത്ത് ഉള്ള വെറൈറ്റീസ് ആയിരിക്കും. ഇത് നല്ല ഗ്രോത്ത് ഉള്ളതാണ്. ഏറ്റവും നല്ല ഗ്രോത്തുള്ളൊരു പ്ലാന്റാണ്. അത് പെട്ടെന്ന് ഗ്രോത്ത് ആയത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് ഞങ്ങൾ എടുക്കുന്നത് വേര് വരാത്തത് നമ്മളാണ് ചെയ്യുന്നത്. റൂട്ട് വന്നിട്ടില്ല. ഇതിന് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് റൂട്ട് വരുത്താനുള്ള ശ്രമം. ഇതിൻ്റെ ഈ മുള്ളുകളെല്ലാം കളയണം. ഈ മുള്ളുകൾ 3 സൈഡിലെ മുള്ളുകളും കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് പിന്നെ മുള്ള് എല്ലാം കളഞ്ഞിട്ടുണ്ട്. മുള്ളുകൾ പിന്നെ ഇവിടെ നിന്ന് വാരി കളയണത്. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് കളയണം. ഇതാണ് മുള്ളെല്ലാം എല്ലാ സൈഡിൽ 3 സൈഡിൽ നിന്നും മുള്ള കളഞ്ഞു. ഇങ്ങനത്തെ സിസർ വെച്ചിട്ട് പതുക്കെ കട്ട് ചെയ്ത് കളയാം. 2 സൈഡ് മുള്ളൊക്കെ വാരി കളയണം. ഇത് G2 തോമസിനാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ G2 തോമസ് എന്ന് പറഞ്ഞ എൻ്റെ കമ്പാണത്. അതിൻ്റെ ഈ സ്റ്റം ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ പപ്പടം കുത്തി, ഇത് നമ്മൾ പപ്പടം കുത്തുന്ന പോലെയാണ് സ്റ്റീലിൻ്റെ. അതിന് സെൻറ്ററിൽ ചെറിയ ഇതിൻ്റെ അത്രയും തന്നെ നീളത്തിൽ ഒരു ഹോള് പതുക്കെ സെൻറ്ററിലിടാം. ആ ഹോളിലേക്ക് പതുക്കെ ഇത് ഇറക്കി വയ്ക്കുക. ഈ കമ്പ് അത് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ടാപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ പരന്ന സൈഡും ഒരേ സൈഡിലുണ്ടെങ്കിൽ വരണം. അങ്ങനെ പരന്ന സൈഡ് ഇനി അത് വലിച്ചൊട്ടിക്കുമ്പോൾ ജോയിൻ്റ് ആയി നിൽക്കും. 4 സൈഡിലും ടാപ്പ് ഒട്ടിച്ച് വലിച്ചുകൊണ്ട് ഒട്ടിക്കണം. ഉയർന്നു നിൽക്കുന്ന ഭാഗം ഇങ്ങനെ വരണം. അതേപോലെ വെച്ചിട്ട് വലിച്ച് ടാപ്പ് ഒട്ടിച്ച് ആദ്യം ഇതിൽ ഈ പീസിൽ ഒട്ടിച്ച് വയ്ക്കുക പതുക്കെ. എന്നിട്ട് പതുക്കെ ആദ്യം പ്രസ് ചെയ്യണം. വലിച്ച് ഇതിലേക്ക് വലിച്ചൊട്ടിക്കുക. പതുക്കെ വലിച്ച് ഇതിലേക്ക് ഒട്ടിക്കുക. അത്ര ഇതിൽ വേറൊരു മെത്തേഡിലാണ് ചെയ്യണം. ഇത് അതിൻ്റെ തലഭാഗമാണ്. മറ്റേ കടഭാഗമാണ് ആദ്യം ചെയ്യുന്നത്. അതിനിപ്പോൾ കാമ്പിയൻ നല്ല കട്ടിയുണ്ടായിരുന്നു. ഇതിൻ്റെ കാമ്പിയൻ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ മെത്തേഡിൽ കൂടെയാണ് ചെയ്യുന്നത്. ഇത് ഇതുമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇവിടെ ഫ്രൂട്ടുണ്ടായ ഭാഗങ്ങൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യണം കാണിച്ചു. ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ആ ചെറിയ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. ഇതിൻ്റെ ഈ പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളയും. ഈ ഫ്രണ്ടിലേക്ക് പരന്ന സൈഡല്ല, മുകളിൽ കുന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ. അവിടെ നിന്ന് ഇത്രയും ഭാഗം ഇവിടെ നിന്ന് ഇത്രയും ഭാഗം വെച്ച് അങ്ങോട്ട് ഇതായിട്ട് കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ കണ്ട ഈ കാമ്പിയൻ്റെ കുറച്ച് ഭാഗം കാണണം. കുറച്ച് ഭാഗം ഇങ്ങനെ കാമ്പിയൻ്റെ ചെത്തി പോകണം. ഒരു ഭാഗം ഇങ്ങനെ പോയാൽ മതി. പിന്നെ ഇതാണ് റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ ചെത്തിയെടുക്കണം. ചെത്തുമ്പോൾ ശ്രദ്ധിക്കണം, കൈ മുറിയരുത്. ബ്ലേഡ് പെട്ടെന്ന് പാളി പോയി.
ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് അതിന് യോജിച്ച രീതിയിൽ കട്ട് ചെയ്തണം. ഇത് നിർത്തണം. ഇത് നമ്മൾ ഇതിൻ്റെ ചെയ്യുമ്പോൾ ഈ ഭാഗം നിർത്തണം. ഈ ഭാഗം ഇതിലേക്കിങ്ങനെ കയറി നിൽക്കണം. എന്നിട്ട് ഈ രണ്ട് സൈഡും ഈ സൈഡും ഈ നീളത്തിൽ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. രണ്ട് സൈഡും കട്ട് ചെയ്തു. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഇപ്പോൾ ഗ്യാപ്പ് കണ്ടില്ലേ, അവിടെ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി പീസ് കട്ട് ചെയ്താൽ കറക്റ്റ് അളവിന് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. ഇതിപ്പോൾ ഇത്തിരി നീളം കൂടിക്കൊണ്ടാണ് അവിടെ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നീളം കുറച്ചും കൂടി അവിടെ കുറയ്ക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് ജോയിൻ്റ് ആവുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം. ഇതുണ്ട് ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇതിപ്പോൾ കറക്റ്റ് ജോയിൻ്റ് ആയില്ലേ. ശരിക്കും വലിച്ചാണ് ടാപ്പ് ഒട്ടിച്ച് അതിൽ നിർത്തണം. രണ്ട് സൈഡിലും ബാക്കിലും ഇതുപോലെ തന്നെ വട്ടനെ ടാപ്പ് ഒട്ടിക്കുക. കറക്റ്റ് വലിച്ച് ടാപ്പ് കുറച്ച് ടച്ചായി നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കുക. ഇവിടെ കറക്റ്റായിട്ട് വെച്ച് ജോയിൻ്റ് ആക്കണം. തലഭാഗം കറക്റ്റ് ലോക്ക് ചെയ്ത മാതിരി കറക്റ്റ് സെറ്റിങ് ആയി. ഇത് ഈ റൂട്ട് സ്റ്റോക്ക് കുറച്ച് വണ്ണം കൂടിയുണ്ട്, മറ്റു വണ്ണം കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഈ ബാക്ക് സൈഡ് വയ്ക്കുമ്പോൾ കുറച്ച് റൂട്ട് സ്റ്റോക്കും കൂടി മുകളിൽ പുറത്തേക്ക് ചാടിയിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ടച്ച് ചെയ്താൽ മതി. കറക്റ്റ് റൂട്ട് സ്റ്റോക്കിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് ടച്ച് ചെയ്തിരുന്നാൽ മതി. ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ച് പിടിക്കുക. ഇതും G2 തോമസിനാണ്. ഇവിടെ അതുപോലെ തന്നെ എഴുതണം G2 തോമസ്. വെറൈറ്റിയുടെ പേര് എഴുതി വയ്ക്കണം. വെറൈറ്റിയുടെ പേര് എഴുതി വയ്ക്കുക. അങ്ങനെ ഡേറ്റ് എഴുതി വയ്ക്കാൻ തുടങ്ങിയ 18/6. നമുക്ക് എത്ര ദിവസം കൊണ്ട് നമ്മൾ വേര് പിടിച്ചതൊക്കെ അറിയാൻ സാധിക്കും. എന്നിട്ട് അങ്ങനെ നമ്മൾ നല്ല കണ്ണ് കുറച്ച് ഷെയ്ഡിൽ വയ്ക്കുക. പിന്നെ മുകൾ വശത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇവിടെ ഈ ഭാഗം മാത്രം ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഇത് കെട്ടി വയ്ക്കുക. തായ്വാൻ പിങ്ക് G2 തോമസൺ ലിസ ഇത് G2 തോമസൺ. എല്ലാം എല്ലാം 3 വെറൈറ്റി ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ മുറിവിൽ കണ്ട ഇതൊക്കെ മുറിവാണ്. ഈ മുറിവുപാടുകളിൽ ഈ പൗഡർ ഇട്ട് കൊടുക്കണം. ഇത് ഫംഗസ് വരാതിരിക്കാനായിട്ട്. അതും കൂടി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് ഒരു ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നട്ടാം. ചെറിയ ചട്ടിയിൽ നട്ടിട്ട് തണലത്ത് വയ്ക്കുക. അധികം വെയിലും മഴയും തട്ടാത്ത രീതിയിൽ. ഈ പൊടി കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പൊടി ഇട്ടുണ്ട്, ആൻറ്റി ഫംഗസ് പൊടി ഇട്ടിട്ടുണ്ട്. പൗഡർ ഇടുന്നപ്പോൾ നടാം കേട്ടോ. ഇനി ഇതെങ്ങനെ തന്നെ നമുക്ക് ചെടികളിലും നടാം, ചട്ടികളിലും നടാം. ശരിക്കും പൊടിയോട് വെച്ചതിന് ശേഷം ചട്ടികളിലും നടാം. ലാസ്റ്റാണ് ചെയ്യേണ്ടത്. നമ്മുടെ റേറ്റ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് പൊടി ഉള്ളത്. പൊടി ഇട്ടിട്ട് നമുക്ക് ഇത് ഫംഗസ് വരാണ്ടിരിക്കാനാണ് പൊടി ഇടുന്നത്. ഇത് വേറെ പൊടികളൊന്നും അല്ല, വെറും കുമ്മായപ്പൊടിയാണ്. വേറെ ഒന്നും പേടിക്കാനില്ല. ഒന്നും പേടിക്കാനില്ല. വെറും നമ്മുടെ കുമ്മായപ്പൊടിയാണ് ഇടുന്നത്. ആ പൊടി അരി ശരിക്കും പിടിച്ചിരുന്നോളൂ. ആ മുറിവിൽ ശരിക്കും പൊടി പിടിച്ചിരുന്നോളും. പതുക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇനി നമുക്ക് ചട്ടികളിൽ നട്ട് തണലത്ത് വയ്ക്കുക. ഒരു മാസം ആകുമ്പോഴേക്കും ഇതിന് മുളക്ക് വന്നോളും.